ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സൂത്രേ, ഡീ സൂത്രേ, ഞാനിവിടെ വെച്ചിരുന്ന സ്വർണം കാണുന്നില്ലോ. സൂത്രേ, എന്താ പ്രകാശ? എന്താടാ പ്രകാശേട്ടാ, എന്തു പറ്റി? ഞാൻ മേശപ്പുറത്ത് കുറച്ച് സ്വർണം വെച്ചിരുന്നു. അതിൽ 2 വള കാണാനില്ല. അതെവിടെ പോയി? പ്രകാശേട്ടാ, അത് ആരെടുക്കാനാ? താഴെ എങ്ങാനും വീണ് കാണും. താഴേക്ക് ഞാൻ നോക്കി, കാണാനില്ല. ഞാൻ അത് ഈ മേശപ്പുറത്ത് വെച്ചിരുന്ന. നിങ്ങളുടെ മുറിയിൽ വേറെ ആരും കേറിയില്ലല്ലോ. വെച്ചത് എവിടെയാണെന്ന് നീ നല്ലപോലെ ആലോചിച്ചു നോക്ക്. ഞാൻ ഈ മേശപ്പുറത്ത് തന്നെ വെച്ചിരുന്നത്. അതിനുശേഷം മീനാക്ഷി ഈ മുറി വൃത്തിയാക്കാൻ വേണ്ടി കേറി. മീനാക്ഷി കണ്ടിരുന്നോ മുറിയിൽ സ്വർണ്ണം ഇരിക്കുന്നത്? ഇവിടെ ജ്വല്ലറി ബോക്സ് ഇരിക്കുന്നത് കണ്ടു. ആ, കണ്ടല്ലോ. മേശപ്പുറത്തല്ലേ? ഞാൻ ഈ മേശപ്പുറത്ത് തന്നെയാ വെച്ചിരുന്നത്. മീനാക്ഷി ഏതായാലും എടുക്കത്തില്ല. ആരെങ്കിലും എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ച് കാണും. അതെ, വേണമെങ്കിൽ എല്ലാ മുറികളും നല്ലതുപോലെ പരിശോധിക്കാം. വാ, നമുക്ക് എല്ലാവർക്കും കൂടി നോക്കാം. വാ വാ. എല്ലാ മുറികളും പരിശോധിച്ചല്ലോ. ഇവിടെയൊന്നുമില്ല. അമ്മ കിടക്കുന്ന മുറിയിലൊന്നുമില്ല. അവിടെയൊക്കെ ഞാൻ അരിച്ചു പെറുക്കി നോക്കി. പ്രകാശൻ വേറെ എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു മാറ്റി വെച്ചിട്ടുണ്ടോ നോക്ക്. എനിക്കൊരു ഓർമ്മക്കുറവില്ല. ഞാനതെടുത്ത് മേശപ്പുറത്ത് വെച്ചിരുന്നതാ. മേശപ്പുറത്തിരുന്ന ബോക്സ് ഞാനും കണ്ടതാ. ആ, കണ്ടില്ലേ? മീനാക്ഷിയാ അവസാന ആ മുറി തുടച്ചു വൃത്തിയാക്കിയത്. അപ്പോ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മീനാക്ഷിയുടെ മുറി കൂടി നോക്കാം. അല്ലെങ്കിൽ ചിലരൊക്കെ പിന്നെ മീനാക്ഷിയുടെ പേരിൽ പഴി കൊണ്ടുവയ്ക്കും. നീ എന്നെയാണ് ഉദ്ദേശിച്ചത്? ആണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. എന്തായാലും ഞാനും വിനുവേട്ടനും കിടക്കുന്ന മുറിയിൽ കൂടെ നോക്കാം. എന്നാ നോക്കാം, നടക്ക്. ഡേ, നോക്കി നിൽക്കാതെ അവിടെയൊക്കെ നോക്ക്. ചെല്ല്. പ്രകാശേട്ടാ, എന്തോ ഇത്? നീ ഒന്ന് മാറി എനിക്ക്. അമ്മോട് പ്രത്യേകം പറയണോ? നോക്കട്ടെ.
ഓ, ഇവിടെ ഒന്നുമില്ല. ഇല്ല. പൂജാമുറി പോയി നോക്കാം. എന്താ ഇത്? അമ്മേ, ഇതെവിടെ എങ്ങനെ വന്നേന്ന് എനിക്കറിയില്ല. വേണ്ട, മതി. അമ്മേ, ഞാനിത് മോഷ്ടിച്ചിട്ടില്ല. പ്രകാശ്, ഇപ്പൊ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണൂലോ. നീ മോഷ്ടിച്ചിട്ടില്ല. ഈ മോഷണ വസ്തു താനെ നടന്നു വന്ന് നിന്റെ മുറിയിലേക്ക് കയറി, അല്ലേ? പ്രകാശ് ഏട്ടാ, ഞാനല്ല. എന്റെ വിനുവേട്ടനാണ് സത്യം. ഞാനത് എടുത്തിട്ടില്ല. പ്രകാശേ, മീനാക്ഷി മോഷ്ടിക്കില്ല മോനെ. ഒരു പെണ്ണും അവളുടെ ഭർത്താവിനെ കൊണ്ട് കള്ളസത്യം ചെയ്യില്ല. നീ അവളെ വിശ്വസിക്ക. കണ്ട, തൊണ്ടി മുതൽ കിട്ടി. കള്ളി കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. പ്രകാശേട്ടാ, മീനാക്ഷി മോഷ്ടിക്കില്ല. പിന്നെ നീയാണോ സ്വർണം ഇവളുടെ മുറിയിൽ കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചത്? അത് ഞാനല്ല. അത്രയും വലിയ നിറകേടൊന്നും ഞാൻ ചെയ്യില്ല. വേറെ ആരെങ്കിലും ഒളിപ്പിച്ചു വെച്ച് കാണും. മിണ്ടരുത് നീ. ഇതേ നിന്റെ തള്ള പ്രകാശന് ശ്രീധരൻ തന്ന സ്വർണ്ണ അല്ലത്. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതടി. പ്രകാശേട്ടാ, മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭാര്യ അടിക്കുന്നത് അത്ര വലിയ ആണത്തുള്ള കാര്യമൊന്നുമല്ല. മാനത്തെ കൊട്ടാ